ചേച്ചി പോയെങ്കിൽ എന്താ, അനിയത്തിയില്ലേ? വകയിലാകുന്ന അമ്മാവൻ പരിഹാരം എന്ന പോലെ പറഞ്ഞപ്പോൾ വേദയുടെ നെഞ്ചിലൊരു വെള്ളിടി വെട്ടി. ദൈവമേ, ഇനി ഇവരൊക്കെ കൂടി പിടിച്ച ആ കാലിന് എന്റെ തലയിൽ കെട്ടി വെക്കൂ. വേദ ആലോചനയോടെ നഖം കടിച്ചു. അല്ലെങ്കിലും അത് അങ്ങനെയാണല്ലോ. മൂത്ത കുട്ടികൾക്ക് വേണ്ടാതെയാവുന്ന സാധനങ്ങളൊക്കെ ഇളയ കുട്ടികൾക്കായിരിക്കുമല്ലോ. അവൾ ഒന്നുകൂടെ ആലോചിച്ചുകൊണ്ട് കയ്യിലെ ചിപ്സ് വായിലേക്ക് ഇട്ടു. വല്ലതും പറയാൻ പോയാൽ മുതിർന്നവർ സംസാരിക്കുന്നിടത്ത് നിനക്കെന്ത് കാര്യം എന്ന ചോദ്യം വരും. എന്തായാലും ചേച്ചി ആ കാലിനും തമ്മിൽ മുടിഞ്ഞ പ്രേമത്തിലായിരുന്നു. കണ്ടിട്ട് എനിക്കൊരു അസൂയ തോന്നിയിട്ടുണ്ട്. പിന്നെ എന്തിനായിരിക്കും അവൾ ഇറങ്ങിപ്പോയത്? എന്തായാലും ആരെ കെട്ടാമെന്ന് സമ്മതിച്ചാലും നിന്നെ കെട്ടാമെന്ന് അയാൾ സമ്മതിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നീ സേഫാ വേദ. അവൾ സ്വയം ഒന്ന് സമാധാനപ്പെടുത്തി വീണ്ടും കഴിക്കാൻ തുടങ്ങി. ബൈ ദ ബൈ, ഞാനിങ്ങനെ അറ്റവും മൂലയില്ല പറയുന്നുണ്ട്, നിങ്ങൾക്ക് കാര്യമൊന്നും മനസ്സിലായില്ല അല്ലേ? പറഞ്ഞുതരാം. എൻ്റെ പേര് വേദ. ദേ ആ മൂലക്കിരുന്ന് നെഞ്ചും തല്ലി കരയുന്നില്ലേ, അതാണ് എൻ്റെ അമ്മ ഭാമ. പിന്നെ തലക്കും കൈയും കൊടുത്ത് ആ സോഫയിൽ ഇരിക്കുന്നില്ലേ, അതാണ് എൻ്റെ അച്ഛൻ ശിവദാസൻ. പിന്നെ ഈ ചുറ്റും കൂടി നിൽക്കുന്നൊക്കെ വകയിലെ അമ്മാവന്മാരവരുടെ ഭാര്യമാരവരുടെ വകയിൽ കുഞ്ഞമ്മയും ചിറ്റപ്പനൊക്കെയാണ്. അയ്യോ, ഒരാളെ പരിചയപ്പെടുത്താൻ മറന്നു. എൻ്റെ ഒരേ ഒരു ചേച്ചി വൈക. നാളെ അവളുടെ കല്യാണമായിരുന്നു. അതും ആ കാലിനുമായിട്ട് കുറച്ച് വർഷമായിട്ടുള്ള പ്രണയം. എന്താ റീസൺ എന്നറിയില്ല. അവൾ ഇന്നലെ എനിക്ക് കല്യാണത്തിന് സമ്മതമല്ല, ഞാൻ പോകുന്നു, എന്നെ അന്വേഷിക്കേണ്ടെന്നൊരു കത്തെഴുതി വെച്ച് ഇറങ്ങിപ്പോയി. അതിൻ്റെ ചർച്ചയപ്പോടെ നടക്കുന്നു. അവളെ അന്വേഷിച്ച ആളുകൾ പോയിട്ടുണ്ട്, എവിടെ കിട്ടാൻ. അപ്പോഴാണ് മുറ്റത്തൊരു കാറ് വന്ന്. ആഹാ, കളറായല്ലോ. ദേ വരുന്നു മിസ്റ്റർ കാലൻ വിത്ത് ഫാമിലി. അകത്തേക്ക് കയറി വരുന്ന കാശിനാഥനെ നോക്കി അവൾ ഓർത്തു. ഇതാണ് ഗൈസ് കാശിനാഥൻ. നാളെ എൻ്റെ ചേച്ചിയുടെ കഴുത്തിൽ താലി കെട്ടേണ്ട ഇയാളായിരുന്നു. ചേച്ചിയുടെ ഭാഗ്യം കൊണ്ട് അവൾ കൃത്യസമയത്ത് രക്ഷപ്പെട്ടു. കൂടെ വരുന്ന അച്ഛൻ ബലരാമൻ. അവൾ ഒന്നുകൂടെ ഏന്തി വലിഞ്ഞു നോക്കി. കൂടെ വരുന്ന ജോയലേട്ടൻ, ആ കാലിൻ്റെ ഫ്രണ്ടാ. അയാളെപ്പോലെ നല്ല കേട്ടോ, ഒരു പാവ. എൻ്റെ ചേട്ടായി എനിക്ക് എൻ്റെ സ്വന്തം സഹോദരനെ പോലെയാണ്. കാശിയെ കണ്ടത് അവൾ മുഖം തിരിച്ചിരുന്നു. മോനെ, അവൾ ഇങ്ങനൊരു ചതി ചെയ്യുമെന്ന് ഞങ്ങൾ കരുതിയില്ല. വകയിലമ്മാവൻ പതിവ് ഡയലോഗ് പറഞ്ഞെങ്കിലും കാശിയൊന്നും മിണ്ടിയില്ല. കാശിയുടെ നോട്ടം ഒരു കൂസലുമില്ലാ സ്റ്റെയർ കേസിൽ നിന്ന് ചിപ്സ് കഴിക്കുന്നവളിൽ എത്തി നിന്നു. അവനൊന്ന് അവളെ കലിപ്പിച്ച് നോക്കി. ഈ കല്യാണം മുടങ്ങിയതിൽ എല്ലാ സന്തോഷവും അവളുടെ മുഖത്തുണ്ടായിരുന്നു. അവൾ പുച്ഛിച്ചുകൊണ്ട് കഴിപ്പ് തുടങ്ങി. ഓ, അവൻ്റെ പേടിപ്പിക്കലാണ്ടാ തോന്നുന്നു. ഞാൻ അവൾ ഇറക്കി വിട്ടതാണെന്ന്. എന്തായാലും അവൾ ഇറങ്ങിപ്പോയി നന്നായി. ഇല്ലെങ്കിൽ ഇയാളെ ജീവിതകാലം മുഴുവൻ ഏട്ടാന്ന് വിളിക്കേണ്ടി വന്നേനെ. താങ്ക് ഗോഡ്. അവൾ ദൈവത്തിനോട് നന്ദി പറഞ്ഞ് അവിടേക്ക് ശ്രദ്ധ തിരിച്ചു. ഇതിപ്പം കല്യാണം മുടങ്ങിയത് പുറത്തറിഞ്ഞ രണ്ടു കൂട്ടർക്കും നാണക്കേടല്ലേ? അതുകൊണ്ട് പറഞ്ഞു വന്ന അമ്മാവൻ കാശിയുടെ നോട്ടം കണ്ടോ നിർത്തി. അതുകൊണ്ട് ഇവിടെ രണ്ട് പെൺകുട്ടികളില്ലേ, രണ്ടാമത്തെ കുട്ടി ആലോചിച്ചാലോ എന്നൊരു ആലോചന. ബാക്കിയുള്ള അമ്മാവന്മാർക്കില്ലാത്ത ശുഷ്കാന്തിയാണല്ലോ ദേ ഈ നിൽക്കുന്ന അമ്മാവനെ കെട്ടിക്കാൻ. വേദ അയാളെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ആലോചിച്ചു. ബലരാമൻ എന്താ പറയുന്നേ? കാശി മറുപടിയൊന്നും കൊടുക്കുന്നില്ലെന്ന് കണ്ടതും അയാൾ കാശിയുടെ അച്ഛന് നേരെ തിരിഞ്ഞു. ഇതിലിപ്പം ഞാനെന്ത് പറയാനാ? കുട്ടികൾക്ക് സമ്മതമാണെങ്കിൽ അങ്ങനെ ആവാം. അത് കേട്ടതും ആ അമ്മാവൻ സ്റ്റൈലിൽ നിന്ന് വേദ അടുത്തേക്ക് വിളിച്ചു. മോൾക്ക് ഇതിന് സമ്മതാണോ? ദൈവമേ, ഇതിപ്പം ഞാൻ എന്തു പറയും? സമ്മതമല്ലെന്ന് പറഞ്ഞ അച്ഛൻ എല്ലാവരുടെയും മുമ്പിൽ നാണം കെടും. ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. മോളെന്തൊന്നും മിണ്ടാത്ത്? അയാളുടെ ചോദ്യമാണ് അവളെ ചിന്തകളിൽ നിന്ന് ഉയർത്തിയത്. എനിക്ക് സമ്മതം. എൻ്റെ അച്ഛൻ ആരുടെയും മുമ്പിൽ തലവനിക്കുന്ന എനിക്ക് കാണാൻ കഴിയില്ല അമ്മാവ. എൻ്റെ അച്ഛനാണ് എനിക്കെല്ലാം. അവൾ കുറച്ച് സെന്റി ഡയലോഗ് ഇറക്കി കണ്ണൊക്കെ തുറക്കുന്ന പോലെ കാണിച്ച് കാശിയെ നോക്കി. അവൻ തന്നെ തുറിച്ച് നോക്കുന്നുണ്ട്. അവളൊന്ന് ഇളിച്ച് കാണിച്ചൊരു മൂലയിൽ പോയി നിന്നു. ഇയാൾ എന്തു വന്നാലും ഇതിന് സമ്മതിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാ. കാരണം ഞങ്ങൾ തമ്മിൽ ഇരിപ്പ് പക്ഷെ അങ്ങനെയാണേ. മോനെ, ഇനി മോൻ്റെ അഭിപ്രായം കൂടി അറിയാനുള്ളൂ. മോന് ഇതിന് സമ്മതാണോ? എനിക്ക് സമ്മതമാ. അവൻ്റെ മറുപടി കേട്ടതും കൂടിയുന്ന എല്ലാവരുടെയും മുഖം വിടുന്നു. വേദയാണെങ്കിൽ കണ്ണൊക്കെ മേലേക്ക് മറിഞ്ഞ് ഇപ്പൊ വീഴുന്ന അവസ്ഥയിലും. കാശി അവളെ നോക്കി അതേപോലെ ഒന്ന് പുച്ഛിച്ചു. അത് തന്നെ പ്രതികാരം. കുറച്ചു മുന്നേ നന്ദി പറഞ്ഞ ദൈവത്തിന് അവൾ ഒന്നുകൂടെ സ്മരിച്ചു. ദൈവമേ. പിന്നെല്ലാം പെട്ടെന്നായിരുന്നു. അമ്മായിമാർ ചുറ്റും കൂടുന്നു, ഉപദേശിക്കുന്നു. എല്ലാം ഒരു മുഴക്കം പോലെയാണ് അവൾ കേട്ടത്. പിറ്റേന്ന് രാവിലെ തന്നെ ബ്യൂട്ടീഷ്യൻ വന്നു. എന്നാലും എനിക്ക് ഏത് നേരത്താണ് കല്യാണത്തിന് സമ്മതിക്കാൻ തോന്നി? എന്നാലും അയാളുടെ ഉദ്ദേശം എന്തായിരിക്കും? അവളുടെ ഓർമ്മ വർഷങ്ങൾ പിന്നിലേക്ക് പോയി. അവൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം. കാശിയും വൈകിയും +2 പഠിക്കുന്ന സമയം. ക്ലാസ്സിലെ കുട്ടികൾ കളിയാക്കിയപ്പോഴാണ് ഡ്രസ്സിന്റെ പുറകിൽ പടർന്നു കിടക്കുന്ന ബ്ലഡ് താൻ കാണുന്നത്. ആകെ കൂടെ എന്താ ചെയ്യേണ്ടെന്നറിയില്ല. ആദ്യമായിട്ടാണ്. ക്ലാസ്സുകൾ പലതും കിട്ടിയിരുന്നുവെങ്കിലും ബ്ലഡ് കണ്ടപ്പോൾ പേടി വന്ന് മൂടാൻ തുടങ്ങി. കൂട്ടത്തിൽ കുട്ടികളുടെ കളിയാക്കലും. ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഓടി ചേച്ചിയുടെ ക്ലാസ്സിലേക്ക്. ചേച്ചിയുടെ ക്ലാസ് എത്താനായപ്പോഴാണ് പെട്ടെന്ന് ആരെയോ ഇടിച്ച് വീഴാൻ പോയത്. ഒരുവിധം എഴുന്നേറ്റുന്ന അയാളെ നോക്കി. അസഹ്യമായ വയറുവേദന. എന്താ?
ഗൗരവത്തോടെയാണ് അയാളുടെ ചോദ്യം. അത് ചേച്ചിയെ കാണാൻ. ചേച്ചിയോ? ആരുടെ ചേച്ചി? അത് വൈക, +2 കൊമേഴ്സ്. നീ ഹൈസ്കൂളല്ലേ? ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്തിനാ വന്ന്? ഹൈസ്കൂളിന് ഒരു യൂണിഫോമാണ്, ഹയർ സെക്കൻഡറിക്ക് മറ്റൊരു യൂണിഫോം ആയിരുന്നു. രണ്ട് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് ഉള്ളത്. അത് വൈക, ചേച്ചി കണ്ടിട്ട് ഞാൻ പൊക്കോളാം. പറ്റില്ല, ചേച്ചി വീട്ടിലേക്ക് തന്നെയല്ലേ വരുന്നത്, അവിടുന്ന് കണ്ടാ മതി. അവനാണ് സ്കൂൾ ലീഡർ, അതിന്റെ അഹങ്കാരമാണ്. അപ്പോഴേക്കും തന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നിരുന്നു. എന്താടി കുഞ്ഞിപ്പാറ്റെ, നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ലേ? ക്ലാസ്സിൽ പോടി. അവന്റെ ഉച്ചത്തോടെയുള്ള ശബ്ദം കേട്ടപ്പോൾ ആകെ കൂടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. കരഞ്ഞോണ്ട് തിരിഞ്ഞോടി സ്കൂളിനോട് ചേർന്ന പഴയ സ്കൂൾ ബിൽഡിങ്ങിന്റെ സ്റ്റെയറിന്റെ താഴെയായി പോയിരുന്നു. ഷാളിൽ മുഖം കുത്തി പൊട്ടിക്കരഞ്ഞു. പെട്ടെന്ന് അമ്മയുടെ അടുത്തെത്തിയാൽ മതിയെന്ന് തോന്നി. എന്താ കുട്ടി ഇവിടെ ഇരിക്കുന്നേ? മുന്നിലൊരു ശബ്ദം കേട്ടപ്പോഴാണ് ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റത് സുമലത ടീച്ചർ. അവൾ ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. വീങ്ങിപ്പൊട്ടി നിൽക്കുന്ന കണ്ടതും ടീച്ചർ അവളുടെ മുഖം പിടിച്ചുയർത്തി. എന്തിനാ കുട്ടി കരയുന്നത്? മോൾക്ക് ഈ പീരീഡ്സ് എന്താണെന്ന് അറിയില്ലേ? ഇതിനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതാദ്യമായതുകൊണ്ടാ. മോള് വാ. ടീച്ചർ അവളുടെ ഷോൾ ഊരി ബ്ലഡ് കാണാത്ത രീതിയിൽ കെട്ടിക്കൊടുത്തു. അവളെയും കൂട്ടി നടന്നു. സ്കൂളിൽ നിന്നും 10 മിനിറ്റ് നടന്നപ്പോഴേക്കും ടീച്ചറുടെ വീടെത്തി. അവൾക്ക് മാറാനുള്ള ഡ്രസ്സും പാഡും കൊടുത്ത് അതെങ്ങനെയാണ് വെക്കേണ്ടതെന്ന് കാണിച്ചു കൊടുത്ത് ബാത്റൂമിലാക്കി. തനിക്ക് പാകമായ ഒരു പാൻറ്റും ഷർട്ടുമാണ്. ഫ്രഷായി വന്ന ഉലുവയിട്ട് ചൂടുവെള്ളം കൊടുത്തു. ഒന്ന് റെസ്റ്റ് എടുത്തപ്പോഴേക്കും ചെറിയൊരു ആശ്വാസം തോന്നിയിരുന്നു. പിന്നെ ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് വിട്ട ടീച്ചർ തന്നെയായിരുന്നു. ക്ലാസ്സിലെ കർക്കശക്കാരിയായ ടീച്ചർ. അവൾക്ക് അതിശയമായിരുന്നു. പിന്നീട് സ്കൂളിൽ വെച്ച് കണ്ടപ്പോഴൊന്നും ടീച്ചർ അത്ര വലിയ അടുപ്പം കാണിച്ചിരുന്നില്ല. പിന്നീടും പലവട്ടം കാശിയെ സ്കൂളിൽ വെച്ച് കണ്ടിരുന്നു. ഉള്ളിലെന്തോ വല്ലാത്തൊരു ദേഷ്യം പോലെ. എന്തെങ്കിലും ഒരു പണി തിരിച്ചു കൊടുക്കണമെന്ന് അവൾ ഉറപ്പിച്ചു. +2 സെന്റ് ഓഫിന്റെ അന്ന് കാശി ആളൊഴിഞ്ഞ ബിൽഡിങ്ങിലേക്ക് പോകുന്ന കണ്ടുകൊണ്ടാണ് അവൾ അങ്ങോട്ടേക്ക് ചെന്നത്. കാശിയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുറച്ച് പിള്ളേര് കാശി അവരെ വഴക്ക് പറയുന്നത് കണ്ട് അവൾ അവിടെ ഒളിച്ചിരുന്ന് കാര്യം എന്താണെന്ന് നോക്കി. അവർക്ക് മുന്നിൽ കുറച്ച് ഗ്ലാസ്സൊക്കെ ഉണ്ട്. കൂടെ പഠിക്കുന്ന കുട്ടികൾ കുടിക്കാമെന്നാണ്. കാശി അവരെ വഴക്ക് പറയുന്നുണ്ട്. വേഗം പോയി സുമലത ടീച്ചർ വിളിച്ചുകൊണ്ട് വന്നു. മുന്നിൽ മദ്യവും ഗ്ലാസുമായി കാശിയും കൂട്ടുകാരും. കാശി കുടിച്ചില്ലെന്ന് പറഞ്ഞ ടീച്ചർ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്നാൽ കാശി കുടിക്കുന്നത് താൻ കണ്ടു എന്ന് പറഞ്ഞതും കാശി ഞെട്ടിക്കൊണ്ട് എന്നെ നോക്കി. കാശി ദേഷ്യത്തോടെ എനിക്ക് നേരെ വന്ന് എൻ്റെ കയ്യിൽ പിടിച്ചു. നീ കണ്ടോടി ഞാൻ കുടിക്കുന്നത് എന്നലറിക്കൊണ്ട് ചോദിച്ചതും സുമലത ടീച്ചർ കാശിയുടെ മുഖം അടച്ചൊരെണ്ണം കൊടുത്തു. അത് കണ്ടപ്പോൾ ഉള്ളിലൊരു സന്തോഷം. സെന്റ് ഓഫ് ആയതുകൊണ്ടും അവിടെ ആ സ്കൂളിലെ അവസാന ദിവസം ആയതുകൊണ്ടും അന്ന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. കാശിയും വൈകിയ ഒരേ കോളേജിൽ തന്നെയായിരുന്നു ചേർന്നിരുന്നത്. അവിടുന്ന് കിട്ടിയ കൂട്ടാണ് ജോയലേട്ടൻ അർച്ചന ചേച്ചിയും. പിന്നീട് കാശിയും ജോയലേട്ടൻ അർച്ചന ചേച്ചി ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് വരുമായിരുന്നു. അർച്ചന ചേച്ചി ഇടയ്ക്കൊക്കെ വീട്ടിൽ നിൽക്കാറുമുണ്ട്. കാശി ഞാൻ എപ്പോഴും വഴക്കായിരുന്നു. ചേച്ചി കല്യാണാലോചന വരാൻ തുടങ്ങിയ സമയത്താണ് ചേച്ചിക്ക് ഒരു പ്രണയമുണ്ടെന്ന് എല്ലാവരോടും പറയുന്നത്. അത് കാശിയാണെന്ന് കൂടി അറിഞ്ഞപ്പോൾ വീട്ടിൽ എല്ലാവർക്കും ഇരട്ടി സന്തോഷം. കാശിക്ക് അന്ന് ജോലി ഇല്ലാത്തതുകൊണ്ട് ജോലിയാകും വരെ വെയിറ്റ് ചെയ്യാൻ അവിടെ ഉള്ളവരും സമ്മതം അറിയിച്ചു. കാശിക്ക് ജോലി കിട്ടിയതും വീട്ടിൽ വിവാഹത്തിന്റെ കാര്യങ്ങൾ വളരെ വേഗത്തിലാക്കി. നാളെ കല്യാണിക്ക് എന്തിനാണ് അവിടെ ഇറങ്ങിപ്പോയത്? കയ്യിൽ താരവുമായി മണ്ഡപത്തിലേക്ക് കയറുമ്പോഴും ആലോചന അതുതന്നെയായിരുന്നു. കാശിക്കടുത്തായി വന്നിരുന്നു. പ്രത്യേകിച്ച് നോക്കേണ്ട ആവശ്യമില്ലല്ലോ അവിടെ ഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ. താലി കെട്ടിക്കോളൂ. പൂജാരി താലി എടുത്തു കൊടുത്തും കാശി അത് വാങ്ങി വേദയെ നോക്കി. ആ താലിയിലേക്ക് നോക്കിയപ്പോൾ അവൾക്കതൊരു കൊലക്കയറായിട്ടാണ് തോന്നിയത്. കാശി അത് കഴുത്തിലേക്ക് കെട്ടിക്കൊടുത്തപ്പോൾ പൂജാരി മന്ത്രം ഉരുവിട്ടെങ്കിലും വേദയുടെ ചെവിയിൽ അത് കേട്ടു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. അതും ചോക്ലേറ്റ് സിനിമയിലെ റോമിയുടെ വോയിസ്. അങ്ങനെ ജീവിതം നായനാക്കി ഗൈസ്. എല്ലാവരെയും വിട്ട് വരുമ്പോൾ എന്തോ ഇതുവരെ ഇല്ലാത്തൊരു പിടച്ച്. ഇനി എന്താവെന്നറിയില്ല. കാറിലേക്ക് കയറി അടുത്തിരിക്കുന്നവനെ നോക്കി. അവിടെ പ്രത്യേകിച്ച് മൈൻഡൊന്നുമില്ല. അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു. പെട്ടെന്നാണ് കാശിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്ന്. അവനത് അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചു. അപ്പുറത്തുനിന്ന് പറയുന്ന കാര്യം കേട്ടതും അവന്റെ ചുണ്ടിൽ ഗൂഢമായ പുഞ്ചിരി തെളിഞ്ഞു. അവൻ തലചരിച്ച് അടുത്തിരിക്കുന്നവളെ നോക്കി. ഇപ്പോഴും ഒന്നും അറിയാതെ പുറത്തേക്ക് നോക്കിയിരിക്കുന്നുണ്ട്. ഒരു വീടിന് മുമ്പിൽ കാർ നിർത്തിയതും അവൻ ഇറങ്ങുന്ന കണ്ടതും അവളും ഇറങ്ങി. മുന്നിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു വലിയ വീട്. അവളുടെ കണ്ണുകളൊന്ന് വിടർന്നു. സംശയം തീർക്കാൻ എന്നോണം ചുറ്റും നോക്കി. അതെ, പരിചിതമായ സ്ഥലം. എന്താ ഇവിടെ എന്ന മട്ടിൽ കാശിയെ തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും ഒരു കയ്യിൽ നിലവിളക്കുമായി കാശിയുടെ അമ്മ ഇറങ്ങി വന്നു. അവളാകെ ഞെട്ടിത്തരിച്ചുള്ള നിൽപ്പാണ്. അവൾ ഞെട്ടി കാശിയെ നോക്കി. കാശിയോട് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ കാശിയുടെ വീട്ടുകാരെ കുറിച്ച് അവൾ അധികം അന്വേഷിച്ചിരുന്നില്ല. അവൾക്കുള്ളിൽ ചെറിയ കുറ്റബോധം തോന്നി. അന്ന് സ്വന്തം അമ്മയുടെ മുമ്പിൽ ഒരു കുടിയനായി നിൽക്കേണ്ടി വന്ന കാശിയുടെ മാനസികാവസ്ഥ. കൂടാതെ എൻ്റെ വാക്ക് കേട്ട് ആ അമ്മ മകനെ തല്ലുകയും ചെയ്തു. ഉള്ളിലെവിടെയോ ഒരു പിടച്ചിൽ. അവൾ വിളക്ക് വാങ്ങി അകത്തേക്ക് കയറി. ക്ലാസ്സിൽ താൻ കണ്ട കർക്കശക്കാരിയായ ടീച്ചറിൽ നിന്ന് വീണ്ടും സ്നേഹനിധിയായ അമ്മ. ശരിക്കും ടീച്ചറെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഓരോ സമയം ഓരോ ഭാവം. ടീച്ചർ
എനിക്കൊരു കാര്യം അവൾ പറയാൻ വന്നത് സുമലത തടഞ്ഞു. ടീച്ചറോ? അമ്മ. ഇനി അങ്ങനെ വേണം വിളിക്കാൻ. ടീച്ചർ ശാസനയോടെ പറഞ്ഞതും അവളൊന്ന് ചിരിച്ചു. മോള് വാ, അമ്മ കാശിയുടെ മുറി കാണിച്ചു തരാം. സുമലത അവളെയും കൂട്ടി മേലേക്ക് പോയി. മേലെ 2 മുറികളാണുള്ളത്. അതിലൊരു മുറിയുടെ വാതിൽക്കിലെത്തിയത് അവിടെ നിന്നു. ഇതാണ് കാശിയുടെ മുറി. മോളൊന്ന് ഫ്രഷ് ആയിട്ട് ഇരിക്കും. അപ്പോഴേക്കും ബ്യൂട്ടീഷ്യൻ എത്തും. വൈകിട്ട് ചെറിയ റിസപ്ഷൻ ഉണ്ടേ. സുഭാഷ്, ഇനി അതും കൂടെ ഉണ്ടോ? മനസ്സിലിരിക്കണമെങ്കിൽ അവളൊന്ന് ചിരിച്ചു. അവൾ അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ കാണുന്ന ചേച്ചിയും കാശി നിൽക്കുന്ന ഒരു വലിയ ഫോട്ടോയാണ്. അത് കണ്ടപ്പോൾ ഉള്ളിൽ എവിടെയോ ഒരു പിടച്ചിൽ. എന്തിനാണെന്നറിയില്ല, വന്ന ചിന്തകൾ ആട്ടിപ്പായിച്ച് വേഗം പോയി ഒന്ന് മുഖം കഴുകി വന്നു. ഓർണമെന്റ്സ് ഓരോന്നായി അഴിച്ച് സാരിയും അഴിച്ചു വെച്ചപ്പോൾ ഒരു വലിയ ഭാരം ഒഴിഞ്ഞ പോലെ അവൾക്ക് തോന്നി. പെട്ടെന്നാണ് ഡോറിൽ ഒരു മുട്ട് കേട്ടത്. ബ്യൂട്ടീഷ്യൻ ആയിരിക്കും. ബ്ലൗസും പാവാടയും മാത്രം ധരിച്ചിരുന്നുകൊണ്ട് അവൾ പതിയെ പോയി വാതിൽ തുറന്ന് തല മാത്രം ഉള്ളിലേക്ക് ഇട്ട് നോക്കി. അയ്യോ, കാരൻ! അവൾ പെട്ടെന്ന് ഞെട്ടി വാതിലടക്കാൻ പോയതും അവൻ അവളെ തള്ളിമാറ്റി അകത്തേക്ക് കയറിയിരുന്നു. അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ, എവിടെ പോയി ഒളിക്കുമെന്നറിയാതെ അവിടെ പരിങ്ങി നിന്നു. അവൻ വാതിലടക്കാതെയായിരുന്നു അകത്തേക്ക് കയറിയത്. നെഞ്ചിൽ കൈപ്പിണച്ച് കെട്ടി നിൽക്കുന്നവളെ കണ്ടതും അവൻ വേഗം പോയി ഡോറിൽ ലോക്ക് ചെയ്തു. അവൾ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടെങ്കിലും അവനതൊന്നും മൈൻഡ് ചെയ്യാതെ ഷർട്ടിന്റെ ബട്ടൺ ഓരോന്ന് അഴിച്ച് ഷർട്ട് ഊരി കട്ടിലേക്ക് ഇട്ടു. അവൾക്ക് ആകെ കൂടെ ഒരു ചടപ്പ് തോന്നി. കണ്ണടച്ച് അവൾ തിരിഞ്ഞു നിന്നു. അവനതൊന്നും മൈൻഡ് ചെയ്യാതെ ബാത്റൂമിലേക്ക് കയറി. ആ ഗ്യാപ്പിന് അവള് അലമാരയിൽ നിന്ന് ഇടാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് തപ്പി നോക്കി. അപ്പോഴേക്ക് അവൻ പുറത്തേക്ക് ഇറങ്ങുന്ന ശബ്ദം കേട്ടതും അവൻ കട്ടിൽ ഊരിയിട്ട് അവന്റെ ഷർട്ട് എടുത്ത് അവൾ മേലെ കൂടി ഇട്ടു. ഹലോ, എന്താ? അവൻ അവൾക്ക് നേരെ വിരഞ്ഞൊടിച്ചോണ്ട് ചോദിച്ചു. എന്ത്? അവന്റെ ഷർട്ട് ഇട്ടതിനാണ് ഈ ചോദ്യം. കള്ളത്തെണ്ടി. നൈസിൽ നിന്ന് നീ അങ്ങനെ സീൻ പിടിക്കണ്ട. അത് എനിക്ക് ഇടാനൊന്നും കാണുന്നില്ല. ഇടാനൊന്നും കാണുന്നില്ലെങ്കിൽ എന്റെ ഷർട്ടാണ് ഇടേണ്ടത്. പിന്നെ ഞാൻ ആരുടെ ഷർട്ട് ഇടേണ്ടതും? കാശിയേട്ടൻ്റെ ഭർത്താവല്ലേ? വേദ നാണഭിനയിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. ഓ, അത് ശരിയാണല്ലോ. നമ്മളെ കല്യാണം രാവിലെ കഴിഞ്ഞല്ലേ? അത് ശരിയാ, ഞാൻ നിന്റെ ഭർത്താവല്ലേ? എന്റെ മുമ്പിൽ നീ എന്തിനാണ് ഈ ശരീരം മറക്കുന്നത്? എന്തായാലും രാത്രി ഞാനെല്ലാം കാണാനുള്ളതല്ലേ? ഒരു പുരികമുയർത്തി വഷളം ചിരിയോട് അവൻ പറഞ്ഞതും അവളുടെ ഉള്ളിലൊരു വെള്ളിടി വെട്ടി. കാശി പതിയെ നടന്ന് അവിടെ അടുത്തേക്ക് വന്നു. അതിനനുസരിച്ച് വേദ പുറകിലേക്കും. ഓരോ സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുമ്പോഴും അവളുടെ കാലുകൾ വിറക്കുന്നുണ്ടായിരുന്നു. അവൾ ചുമരിൽ തട്ടി നിന്നതും പെട്ടെന്ന് തന്നെ അവൾ ഷർട്ട് ഊരി അവന്റെ കയ്യിൽ കൊടുത്തു. ഇതല്ലേ നിങ്ങൾക്ക് വേണ്ടത്? പോരെ? അവൾ ഷർട്ട് ഊരി തിരികെ നൽകിയെങ്കിലും കാശി ഒന്നും അനങ്ങിക്കൂടിയില്ല. കാശി അവന്റെ കൈ അവളുടെ മുഖത്തേക്ക് കൊണ്ടുവന്നു. നെറ്റിയിൽ വിരൽ കൊണ്ട് തൊട്ടു. അവൾ ഞെട്ടിക്കൊണ്ട് കണ്ണുകൾ അടച്ചു. അവൻ ആ കൈ താഴേക്ക് കൊണ്ടുവരുന്നതിനനുസരിച്ച് അവൾ ഉമിനീരിറക്കി. നെഞ്ചിനെയും കടന്ന് താഴേക്ക് പോയതും അവൾ പൊള്ളിപ്പിടഞ്ഞുപോയി. വിരലുകൾ പൊക്കിൽ ചുഴിയിലെത്തി നിന്നു. ആ പൊക്കിലിന് ചുറ്റുമായി ചെറിയ വട്ടം വരച്ചതും അവൾ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. അവൾ കണ്ണുകൾ പെട്ടെന്ന് ഞെട്ടി തുറന്നു. കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു. ഒന്ന് പേടിപ്പിക്കണമെന്നേ കാശി കരുതിയുള്ളൂ. അവനാകെ വല്ലാതായി. പെട്ടെന്ന് ഡോറിൽ മുട്ടുകേട്ടതും കാശി അവൾ വിട്ടുപോയി ഡോർ തുറന്നു. ബ്യൂട്ടീഷ്യനായിരുന്നു. റിസപ്ഷൻ ആരൊക്കെയോ വരുന്നുണ്ട്, പരിചയപ്പെടുന്നുണ്ട്. അവളെല്ലാവരെയും നോക്കി ചിരിച്ച് കാണിച്ചു. പെട്ടെന്ന് കാശിയുടെ ഫോൺ അടിച്ചതും കാശി അത് അറ്റൻഡ് ചെയ്ത് മാറി നിന്നു. നീ എവിടെയാ? ഫോൺ അറ്റൻഡ് ചെയ്തവൻ ചോദിച്ചു. ഇതാ ഇവിടെ. ഇരുട്ടിൽ നിന്ന് കൈ ഉയർത്തി കാണിച്ചതും അവൻ വേഗം അങ്ങോട്ടേക്ക് നടന്നു. അവനെ കണ്ടതും അവൾ വേഗം വന്ന് കെട്ടിപ്പിടിച്ചു. വൈക. അവന്റെ വിളി കേട്ടതും അവൾ അവനിൽ നിന്ന് അകന്നു മാറി. അവളുടെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട്. എന്താണ്? എന്തിനാ ഈ കണ്ണുകൾ നിറയുന്നത്? ഞാനില്ലേ കൂടെ? അത് കേട്ടത് അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൾക്ക് സംശയമൊന്നുമില്ലല്ലോ അല്ലേ? വൈക ആകുലതയോടെ ചോദിച്ചു. ഏയ് ഇല്ല, നീ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം വൈക. സാരമില്ല, നമ്മൾ രണ്ടുപേരുടെയും പ്രണയം സാക്ഷാത്കരിക്കാനല്ലേ? അവളിൽ നിറഞ്ഞ പുഞ്ചിരി. അവൻ അവളുടെ നെറ്റിയിലൊന്ന് ചുണ്ടമർത്തി. അവൾ ഇരുട്ടിലേക്ക് മറയുന്നത് നോക്കി അവൻ നിന്നു. കാശി വന്ന് സ്റ്റേജിലിരുന്നു. പരിപാടി കഴിയാൻ ഒരുപാട് സമയം ലേറ്റായി. അന്ന് പിന്നെ പരസ്പര സംസാരങ്ങളൊന്നും ഉണ്ടായില്ല. കുറച്ച് ദിവസങ്ങൾ സൽക്കാരം വിരുന്നു എന്ന് പറഞ്ഞ് കടന്നുപോയി. അടുക്കളയിൽ സുമലതയെ സഹായിക്കാനെന്ന പേരും പറഞ്ഞ് എന്തൊക്കെയോ ചെയ്യുകയാണ് വേദ. അമ്മേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടാ? വളരെ സ്നേഹത്തോടെയാണ് ചോദ്യം. എങ്ങനെ പറയും? പറഞ്ഞാൽ ദേഷ്യമാവുമോ? അവൾ മനസ്സിൽ ഓരോന്ന് ആലോചിച്ച് നിന്നു. അത് അമ്മേ, അന്ന് കാശിയേട്ടൻ കുടിക്കുന്നത് ഞാൻ കണ്ടു എന്ന് കള്ളം പറഞ്ഞതായിരുന്നു. അവൾ തലകുനിച്ചുകൊണ്ട് പറഞ്ഞു. സുമലത അവൾക്കടുത്തേക്ക് നടന്നു വന്ന് ഒരു വിരൽ കൊണ്ട് മുഖമുയർത്തി. സുമലതയുടെ മുഖത്തെ പുഞ്ചിരി കണ്ടതും അവൾക്ക് സമാധാനമായി. അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ ഒരുപാട് വിഷമം തോന്നിയിരുന്നു.
എന്നാലും എൻ്റെ കാശി അങ്ങനെ ചെയ്യില്ലെന്ന് ഉറപ്പായിരുന്നു. ഞാൻ അടിച്ചന്ന് എൻ്റെ കുഞ്ഞിൻ്റെ മടിയിൽ കിടന്ന് ഒരുപാട് കരഞ്ഞു. അവൻ ചെയ്തിട്ടില്ലെന്നും പറഞ്ഞ്. ആദ്യമായിട്ടാ ഞാൻ അവനെ. അത്രയും പറഞ്ഞപ്പോഴേക്കും സുമലതയുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. പോട്ടെ, കഴിഞ്ഞു മോൾ അത് വിട്ടേക്ക്. സുമലതയുടെ കണ്ണീര് കണ്ടപ്പോഴാണ് അവൾ ചെയ്ത തെറ്റിൻ്റെ വ്യാപ്തി എത്രമാത്രമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായത്. അമ്മേ, ഞാൻ അറിയാതെ അന്നത്തെ ദേഷ്യത്തിൽ. അവളുടെ കണ്ണിൽ നനവ് പടർന്നു. മോൾക്ക് കാശിയുള്ള ദേഷ്യത്തിൻ്റെ കാരണം അമ്മയ്ക്ക് അറിയാം. അന്ന് നീ തിരിഞ്ഞോടിപ്പോയപ്പോൾ പുറകിലായി പടർന്ന ബ്ലഡ് കണ്ടപ്പോഴാണ് അവന് കാര്യം മനസ്സിലായത്. അവനെന്താ ചെയ്യേണ്ടെന്നറിയാതെ ഓടി വന്ന് എന്നോട് കാര്യം പറയായിരുന്നു. വേദ എന്താ പറയേണ്ടെന്നറിയാതെ തറഞ്ഞു നിന്നു. ആകെ ഒരു കുറ്റബോധം. മോളെ, എല്ലാം മറന്ന് മക്കളൊരു ജീവിതം തുടങ്ങണം. അതാണ് അമ്മയുടെ ആഗ്രഹം. കാശിയോട് മോൾക്ക് എങ്ങനെയാ, ഇഷ്ടമാണോ? സുമലത ആകാംക്ഷയോട് ചോദിച്ചു. അമ്മയെ, ഞാൻ അങ്ങനെയൊന്നും ഇതുവരെ ചിന്തിച്ചിട്ടില്ല. പിന്നെ എൻ്റെ ചേച്ചി നിൽക്കേണ്ട സ്ഥാനത്തല്ലേ ഞാനിപ്പോൾ. ദൈവം ഒന്നിപ്പിച്ചതാ നിങ്ങളെ. അത് നിങ്ങൾ ഒന്നിച്ച് ജീവിക്കാനാ. എൻ്റെ മോനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണൊക്കെ മാറിയ സ്ഥിതിക്ക് മോൾ ഇനിയെങ്കിലും അവനെ സ്നേഹിച്ച് തുടങ്ങണം. നിന്റെ സ്നേഹം കണ്ടില്ലെന്നടിക്കാൻ അവനും കഴിയില്ല. അമ്മ അത് പറഞ്ഞപ്പോൾ അവൾക്ക് എന്തോ വല്ലാത്തൊരു നാണം തോന്നി. ഉള്ളിലെവിടെയോ കാശിയേട്ടനോടൊരു ഇഷ്ടമില്ലേ? അവൾ താലിയിൽ ചെറുതായി കൈ ചുറ്റി കളിച്ചുകൊണ്ട് ആലോചിച്ചു. ലോകത്തെ ഏത് പെണ്ണിനാണ് കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവിനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയുക? അവൾ മുറിയിൽ മുഴുവനായി കാശിയെ നോക്കി. അവിടെയെങ്ങുമില്ല. ബാൽക്കണി ഡോറ് തുറന്നിടക്കുന്നുണ്ട്. അങ്ങോട്ട് പോയി നോക്കി. കാശി അവിടെ ഫോണും വിളിച്ച് നിൽക്കുന്നുണ്ട്. കാശിയേട്ടാ, പിന്നിൽ നിന്ന് വിളിയേട്ടത് അവൻ തിരിഞ്ഞു നോക്കി. എന്താടി? അവൾ ഓടി വന്ന് അവനെ വട്ടം ചുറ്റിപ്പിടിച്ചു. അവൻ്റെ കണ്ണുകളൊന്ന് മിഴിഞ്ഞു വന്നു. എന്താപ്പം ഉണ്ടായത്? ഇങ്ങനെ അവൾ ചെയ്യണമെങ്കിൽ പുറകിലെന്തോ പണി വരുന്നുണ്ട് കാശി. ബി കെയർഫുൾ. അവൻ്റെ ഉള്ള അവനോട് മന്ത്രിച്ചു. അവൻ വേദയെ പതി അടർത്തി മാറ്റി. എന്താടി? അവൻ സംശയത്തോടെ അവളെ നോക്കി. എനിക്കൊരു അബദ്ധം പറ്റിയതായിരുന്നു അന്ന്. ഐ ആം സോറി. അവൾ പിച്ചുമ്പയും പോലെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അവളുടെ സംസാരത്തിൽ നിന്നും അവൾ അമ്മയോട് സംസാരിച്ചിട്ടുള്ള വരവാണെന്ന് അവന് മനസ്സിലായി. എല്ലാം ചെയ്തു വെച്ചിട്ടൊരു മാപ്പ് പറഞ്ഞാൽ ഞാൻ ക്ഷമിക്കുമെന്ന് കരുതിയോ നീ? അവൻ ഗൗരവട്ടും ഇടാതെ പറഞ്ഞു. അവളുടെ ഉള്ളിലൊരു വിങ്ങൽ വന്നെങ്കിലും. നീ എന്താടി കരുതിയത്? നിനക്ക് തട്ടിക്കളിക്കാനുള്ള പാവയാണ് ഞാനെന്നോ? കാശി കലിപ്പിൽ അവളെ നോക്കി. നേരത്തെ ഉണ്ടായിരുന്ന സങ്കടമൊക്കെ മാറി മുഖത്ത് ദേഷ്യം വരുന്നുണ്ട്. നിന്റെ ഈ കരച്ചിൽ നാളത്തിലൊന്നും ഞാൻ വീഴോ നീ കരുതണ്ട. ഒന്ന് നിർത്തണം. താനിത് പറഞ്ഞു കയറിയിട്ട് എങ്ങോട്ടാ? ഒരു തെറ്റുപറ്റിയെന്ന് മനസ്സിലായപ്പോൾ ഒന്ന് സോറി പറയാൻ വന്നാ. തന്നോടൊക്കെ സോറി പറയാൻ വന്നാൽ എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അവൾ അവനെ പുച്ഛിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. എന്റെ ദൈവമേ, ഓന്തുപോലും ഇത്ര പെട്ടെന്ന് നിറമാറില്ല. അവനും തല ഉടഞ്ഞു. അപ്പോഴേക്കും അവൻ്റെ ഫോണിലേക്ക് വീണ്ടും കോൾ വന്നു. ആ വൈക പറ, എന്തായി കാര്യങ്ങൾ? എനിക്കെന്തോ വല്ലാത്തൊരു ടെൻഷൻ. അവളുടെ വാക്കുകളിൽ ടെൻഷൻ നിറഞ്ഞിരുന്നു. എന്തിനാണ് നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഞാനില്ലേ കൂടെ? അത് കേൾക്കെ വൈകിയുടെ ചുണ്ടിലെ പുഞ്ചിരി വിരിഞ്ഞു. നീ എന്നും എൻ്റെ കൂടെ ഉണ്ടാവുമോ? ഉറപ്പായും. അവൻ്റെ ഉറപ്പ് അവൾക്ക് അത്രമേൽ ആശ്വാസമായിരുന്നു. കാശി മുറിയിലേക്ക് കയറുമ്പോൾ വേദ കട്ടിൽ കിടപ്പുണ്ട്. ഈ കുഞ്ഞിക്കുരിപ്പ് ഇത് എപ്പോൾ വന്ന് കിടന്നു? അവന് ലൈറ്റ് അണിച്ച് വന്ന് കിടന്നു. കാശിയുടെ മനസ്സ് വർഷങ്ങൾ പുറകിലേക്ക് പോയി. പ്രണയത്തിൻ്റെ ഓർമ്മയിൽ അവൻ്റെ ചുണ്ടിൽ വല്ലാത്തൊരു പുഞ്ചിരി തെളിഞ്ഞു. എൻ്റെ പ്രണയത്തെ സ്വന്തമാക്കാൻ ഇനി അധികം നാൾ എനിക്ക് കാത്തിരിക്കേണ്ടി വരില്ല. ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു. കാശിക്ക് അവധിയായതുകൊണ്ട് എല്ലാവരും കൂടെ അമ്പലത്തിലേക്ക് വന്നതാണ്. വേദ സുമലതയെ ചുറ്റിപ്പറ്റി തന്നെയാണ് നടക്കുന്നത്. കാശിയെ കാണുമ്പോൾ ഇടക്ക് മുഖം തിരിക്കാൻ അവൾ മറന്നില്ല. കാശി അവളെ ഇടയ്ക്കിടക്ക് നോക്കി പേടിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ വീക്ഷിച്ചുകൊണ്ടിരുന്ന രണ്ട് കണ്ണുകളെ അവൻ അപ്പോഴാണ് ശ്രദ്ധിച്ച്. കാശി ആരുടെയും ശ്രദ്ധ പെട്ടെന്ന് കിട്ടാത്ത രീതിയിൽ മാറി നിന്നു. വൈക, നീ എന്താ ഇവിടെ? അത് നിങ്ങൾ തമ്മിൽ ഇപ്പം എങ്ങനെയാ? എന്താ നീ അങ്ങനെ ചോദിക്കാൻ കാരണം? ഞാൻ ചോദിച്ചതിന് നീ മറുപടി പറ. നീ വേദ ഇപ്പം എങ്ങനെയാ? പഴയ പോലെ തന്നെയാ, വലിയ മാറ്റമൊന്നുമില്ല. എന്തേ? കാശി, അവൾ നിന്നെ പ്രണയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതവളുടെ നോട്ടത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. വൈക പറഞ്ഞു നിർത്തി. ഏയ്, നിനക്ക് വെറുതെ തോന്നാ വൈക. അങ്ങനെയൊന്നുമില്ല. അവൾക്ക് എന്നോടുള്ള ദേഷ്യം കുറഞ്ഞിട്ടുണ്ട്, അത്ര തന്നെ. അല്ല കാശി, അവളെന്നെ അനീതിയായതുകൊണ്ട് മാത്രമല്ല ഞാനിത് ഉറപ്പിച്ച് പറയുന്നു. ഒരു പെണ്ണിൻ്റെ മനസ്സ് മറ്റൊരു പെണ്ണിന് മാത്രമേ മനസ്സിലാവൂ. എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ അവൾ അറിയിക്കണം. വൈകിയുടെ തീരുമാനത്തിന് അവൻ ശരിവെച്ച്. ശരിയാണ്, എല്ലാം അവൾ അറിയിക്കണം. ആരെങ്കിലും കാണും മുമ്പേ നീ പോവാൻ നോക്കുക. പിന്നെ അധികം അവിടെ നിൽക്കാതെ വൈകി അവിടെ നിന്ന് പുറപ്പെട്ടു. പെട്ടെന്നാണ് വേദ ഓടി വരുന്ന കാശി കണ്ടത്. അവൾ വരുന്ന സ്പീഡ് കണ്ടാൽ അറിയാം അവൾ വൈകിയെ കണ്ടിട്ടുണ്ടെന്ന്. ഓടി വന്ന് വീഴാൻ പോയതും കാശി അവൾ ഇടുപ്പിലൂടെ വട്ടം ചുറ്റി പിടിച്ച് നേരെ നിർത്തി. എന്താടി, നിന്റെ മുഖത്ത് കണ്ണില്ലേ? അത് ചേച്ചി, അവിടെ ഞാൻ കണ്ടു. വേദ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ട് എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. ആര്? എവിടെ? അവൾ പോയെന്ന് ഉറപ്പായത് അങ്ങോട്ട് നോക്കി കാശി ചോദിച്ചു.
അവിടെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടതാ. അവൻ നോക്കി പേടിപ്പിച്ച് അവളുടെ കയ്യും പിടിച്ച് അവൻ അവർക്കടുത്തേക്ക് നടന്നു. അപ്പോഴും അവൾ സംശയത്തിലായിരുന്നു. കറങ്ങിയ രാത്രി ഒരുപാട് ലേറ്റായിട്ടാണ് അവർ വീട്ടിലെത്തിയത്. അപ്പോഴേക്കും തണുത്ത കാറ്റടിച്ച് തുടങ്ങിയിരുന്നു. ചെറുതായി ഇടിയും. കാശി ബാൽക്കണിയിലേക്ക് പോയി കൈവരിയിൽ ചാരി നിന്നു. അവൻ്റെ ഉള്ളിൽ വൈക പറഞ്ഞ വാക്കുകൾ തന്നെ തങ്ങി നിന്നു. വേദ നിന്നെ പ്രണയിക്കാൻ തുടങ്ങിയിരിക്കുന്നു കാശി, എല്ലാം അവളോട് തുറന്നു പറയണം. അവൻ ഓരോന്ന് ആലോചിച്ച് അങ്ങനെ നിന്നു. അടുത്തായി ഒരു സാമീപ്യം അറിഞ്ഞതും അവൻ തലചരിച്ച് നോക്കി. രണ്ട് കൈയും മാറിൽ പിണച്ച് കെട്ടി തണുത്ത കാറ്റിനെ തന്നിലേക്ക് ആവാഹിക്കുമ്പോൾ ആസ്വദിക്കുകയാണ് വേദ. അവൻ്റെ നോട്ടം വന്ന് നിന്നത് റെഡ് സാരിയുടെ മുകളിലായി അവിടെ മാറോട് ചേർന്ന് കിടക്കുന്ന താലിയിലേക്കാണ്. ഇപ്പോഴാണ് അവൻ അവളെ ശരിക്കും ശ്രദ്ധിക്കുന്നത്. ചുവപ്പിൽ ചെറുതായി കല്ലു പതിപ്പിച്ച സാരി, അതിലവളുടെ ബോഡി ഷേപ്പ് വ്യക്തമായി കാണാം. ചെറുതായി ഇടിവെട്ടിയത് അവൾ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. അപ്പോഴേക്ക് ഇരുവരെയും നനയിച്ചുകൊണ്ട് മഴ ശക്തിയിൽ ഭൂമിയിൽ പതിച്ചിരുന്നു. അത് കണ്ടതും ഒരു കൊച്ചുകുഞ്ഞിൻ്റെ ആഹ്ലാദത്തോടെ അവൾ മഴയിലേക്ക് ഇറങ്ങി. ഇരു കൈയും വിടർത്തി കറങ്ങാൻ തുടങ്ങി. ഉടുത്തിരുന്ന സാരി ശരീരമാകെ ഒട്ടി. നെറ്റിയിലെ സിന്ദൂരം നെറ്റിയൊന്നാകെ പടർന്നു. അവനവൻ്റെ കണ്ണുകളെ പിൻവലിക്കാൻ ഒരു പാഴ്ശ്രമം നടത്തി. ഇല്ല, കഴിയുന്നില്ല. അത്രമേൽ ആകർഷിക്കുന്ന ശരീരവടിവ് അവൻ്റെ നെഞ്ച് പതിവിലും കൂടുതൽ വേഗതയിൽ മിടിക്കുന്നത് അവൻ അറിഞ്ഞു. പെട്ടെന്ന് അവളുടെ ശബ്ദമാണ് അവൻ ഉണർത്തിയത്. തെന്നി വീണ് കിടക്കുന്നവളുടെ അടുത്തേക്ക് ഓടിപ്പോയി അവളെ നോക്കി. വേദ, എന്തെങ്കിലും പറ്റിയോ? അവൻ ആകുലതയോടെ അവളുടെ കയ്യിലും കാലിലും പിടിച്ചു നോക്കാൻ തുടങ്ങിയത് അവൾ പൊട്ടിച്ചിരിച്ചു. അപ്പോഴാണ് അവൾ പറ്റിച്ചാണെന്ന് അവന് മനസ്സിലായത്. അവൻ അവളെ വിട്ട് ദേഷ്യത്തോടെ എഴുന്നേൽക്കാൻ നിന്നും അവൾ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. അവൻ അവൾക്കൊപ്പം നിലത്തിരുന്നു പോയി. എന്താ കാശിയേട്ടാ, എന്ത് രസമല്ലേ ഇങ്ങനെ മഴ കൊള്ളാൻ. ഇതുപോലെ കുറച്ചു നേരം കൂടി എന്നാൽ ശരിയാവില്ലെന്ന് മനസ്സിലായതും അവന് വേഗം വിട്ട് എഴുന്നേൽക്കാൻ ഒരുങ്ങിയതും വേദ ഒന്നുകൂടെ ശക്തിക്ക് അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു. കാശി ബാലൻസ് കിട്ടാതെ അവളുടെ മേലെ മുഴുവനായി വീണതും അവൾക്കാകെ വല്ലാതായി. അത്രയും നേരം അവളുടെ മുഖത്തുണ്ടായിരുന്ന കുറുമ്പ് മാറി ഒരുതരം വിറയിൽ വന്ന് മൂടാൻ തുടങ്ങി. അവൻ്റെ മുടിത്തുമ്പ് വഴി വെള്ളം അവളുടെ മുഖത്ത് തട്ടി തെറിച്ചു. ചുണ്ടുകൾ പതിയെ വിറയിൽ കൊണ്ടു. ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന പോൽ അവൻ അവളുടെ കഴുത്തിടുക്കിലേക്ക് മുഖം പൂഴ്ത്തി. ഒന്ന് ഏങ്ങിക്കൊണ്ട് അവൾ അവൻ്റെ ഷർട്ടിൽ പിടിമുറുക്കി. കണ്ണുകൾ കൂമ്പി അടഞ്ഞു. തണുത്തു വിറച്ച ശരീരങ്ങൾ പതിയെ ചൂട് പിടിച്ച് തുടങ്ങി. മാറിനെ മറച്ചു കിടന്ന സാരി അവൻ പതിയെ എടുത്തു മാറ്റി. മഴത്തുള്ളിൽ വീണ് നിറഞ്ഞ പുക്കൾ ചുഴിക്ക് ചുറ്റും തൻ്റെ കൈവിരലുകൾ കൊണ്ട് വൃത്തം വരച്ചു. അവൻ്റെ കൈ തെന്നി മാറുന്നതിനനുസരിച്ച് അവളുടെ മുഖത്ത് ഭാവങ്ങൾ മിന്നി മറഞ്ഞുകൊണ്ടിരുന്നു. കാശി എഴുന്നേറ്റ് അവളെ കൈകളിൽ കോരിയെടുത്തു. അവൾ അവൻ്റെ തോളിലൂടെ കൈയിട്ട് കെട്ടിപ്പിടിച്ചു. അവൻ പതിയെ അകത്തേക്ക് നടന്ന് അവളെ പതിയെ താഴെ നിർത്തി. ടവൽ കയ്യിൽ കൊടുത്തപ്പോഴാണ് അവൾ ചുറ്റുമൊന്ന് കണ്ണോടിച്ചത്. ബാത്റൂമിലാണ്. കാശി ഡോറും ചാരി പുറത്തേക്ക് പോയി. നല്ല റൊമാൻസ് പ്രതീക്ഷ ഞാൻ ആരായി, കളക്കേളവൻ അൺറൊമാൻറ്റിക് മൂരാച്ചി. അവൾ പുഞ്ചിരിയോടെ കണ്ണാടിയിൽ കാണുന്ന തൻ്റെ പ്രതിബിംബത്തിൽ നോക്കി. നിന്റെ കൺട്രോൾ എൻ്റെ മുന്നിൽ പോകുന്നുണ്ട് കാശിയേട്ടാ, നീ എത്ര നേരം പിടിച്ചേക്കുന്നു ഞാനും നോക്കട്ടെ. അവൾ ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങി. ഡ്രസ്സ് എടുത്തിട്ടില്ലാത്തതുകൊണ്ട് കയ്യിൽ കരുതിയ ടവൽ മാറിന് മുകളിലായി കെട്ടി. അവൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നോക്കി. കൊള്ളാം, സെക്സി ആയിട്ടുണ്ട്. അവൾ അങ്ങനെ തന്നെ പുറത്തേക്ക് ഇറങ്ങി. കാശി കട്ടിൽ തന്നെ കിടപ്പുണ്ട്. അവളെ അങ്ങനെ കണ്ടത് അവനൊന്ന് ഞെട്ടിയെങ്കിലും കാശി അത് കാണാത്ത മട്ടിൽ ഫോണിൽ നോക്കിയിരുന്നു. വേദ കബോർഡിൽ നിന്നൊരു ഡ്രസ്സ് എടുത്തു വീണ്ടും ബാത്റൂമിലേക്ക് കയറി. കാശിയുടെ ഭാഗത്തുനിന്ന് വലിയ മൈൻഡൊന്നുമില്ല. അവൾക്ക് വല്ലാത്ത നിരാശ തോന്നി. കാശി പുറകെ വരുമ്പോൾ കുറച്ച് കളിപ്പിക്കാമെന്നായിരുന്നു അവൾ വിചാരിച്ച്. അവൾ ബാത്റൂമിലേക്ക് കയറിയതും കാശി ഒന്ന് ആഞ്ഞ് ശ്വാസം വലിച്ചു വിട്ട് അവൻ്റെ നെഞ്ചിലേക്ക് കൈവച്ച് നോക്കി. ഇപ്പം പൊട്ടിപ്പോകുന്നവരെ അവന് തോന്നി. വേദ വന്ന് അടുത്തിടുന്നെങ്കിലും ഇരുവരും പരസ്പരം ഒന്നും മിണ്ടിയില്ല. പെട്ടെന്ന് കാശിയുടെ ഫോൺ ബെല്ലടിച്ചതും കാശി ഏന്തി വലിഞ്ഞ് വേദ ഉറങ്ങിയോ എന്ന് നോക്കി ഫോൺ എടുത്ത് ബാൽക്കണിയിലേക്ക് നടന്നു. ഹലോ വൈക, ഇതുവരെ കിടന്നില്ലേ? ഇല്ല. എന്താണോ, ടെൻഷനാണോ? എന്തിന്? അറിയില്ല. എൻ്റെ പൊന്നു പെണ്ണെ, നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നാളെ ഒരു ദിവസം കൂടെ. നാളെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ എല്ലാവരെയും അറിയിക്കാം. എല്ലാവരും നമ്മളോട് ക്ഷമിക്കും. ഇനിയും വേദയെ പറ്റിക്കാൻ എനിക്ക് വയ്യടി. എല്ലാവരോടും തുറന്നു പറയണം. അവൻ്റെ ഉള്ളിൽ ചെറുതായി നീറുന്നുണ്ടായിരുന്നു. വൈക, നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. മിസ് യു ടു. അധികം ഉറക്കൊഴിയാൻ നീ പോയി കിടക്ക്. അവൻ ഫോണും കട്ടിയത് ചിരിയോടെ തിരിഞ്ഞപ്പോൾ കണ്ടു. എല്ലാം കേട്ട് കണ്ണും കലങ്ങി നിൽക്കുന്ന വേദയെ. വേദ, ഞാൻ അവനെന്തെങ്കിലും പറയും മുന്നേ അവൾ കൈകൾ ഉയർത്തി തടഞ്ഞു. എന്തിനാണ് ഈ നാടകമെന്ന് ഞാൻ ചോദിക്കുന്നില്ല. പറയാൻ നിങ്ങൾക്ക് ഒരുപാട് കാരണങ്ങളുണ്ടാവും. പക്ഷെ എൻ്റെ ജീവിതം വെച്ചല്ലായിരുന്നു കളിക്കേണ്ടിയിരുന്നത്. കരഞ്ഞുകൊണ്ടായിരുന്നു അവൾ അത്രയും പറഞ്ഞു തീർത്ത്. നേരത്തെ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ എൻ്റെ ചേച്ചിനെ ആയിരുന്നല്ലേ നിങ്ങളുടെ മനസ്സിൽ?
ഒരു ഭാര്യയായിട്ട് നിങ്ങൾക്ക് എന്നെ അംഗീകരിക്കാത്തതിൻ്റെ കാരണം ഇപ്പോഴും എൻ്റെ ചേച്ചി നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു അല്ലേ? അത്രയും പറഞ്ഞ അവൾ മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു. വേദ, ഞാനൊന്ന് പറയട്ടെ. നാളെ മാരേജിന് ഞാനും വരുന്നുണ്ട്. അവനെ പറയാൻ സമ്മതിക്കാതെ അത്രയും പറഞ്ഞ് അവൾ പോയി കട്ടിൽ കിടന്നു. എന്താ ചെയ്യേണ്ടതെന്നറിയാതെ അവന്. പിറ്റേന്ന് രാവിലെ കാശിയേക്കാൾ മുന്നേ ഒരുങ്ങിയിറങ്ങിയത് വേദയായിരുന്നു. അവനൊപ്പം കാറിലിരുന്നപ്പോഴും അവളൊന്നും മിണ്ടിയില്ല. അവളുടെ മൗനം അവനെ വല്ലാതെ വേദനിപ്പിച്ചു. വഴിയിൽ വെച്ച് ജോയിലെ കൂടി വണ്ടിയിൽ കയറിയപ്പോഴാണ് വേദ കുറച്ചുകൂടി സങ്കടമായത്. അപ്പൊ ചേട്ടായും കൂടെ അറിഞ്ഞുകൊണ്ടായിരുന്നു. അവൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. തന്നെ ചതിച്ചിരിക്കുന്നു. സ്വന്തം ചേച്ചിയും സ്വന്തം ഭർത്താവും സ്വന്തം സഹോദരനായി കണ്ടവനും എല്ലാം അവളുടെ ഉള്ളിൽ വെന്ത് നീർന്ന പോലെ തോന്നി. രജിസ്റ്റർ ഓഫീസിന്റെ ഫ്രണ്ടിലെത്തിയതും കണ്ടു. സാരിയൊക്കെ കൊടുത്ത് പൂവൊക്കെ വെച്ച് ചേച്ചി കൂടെ അർച്ചന ചേച്ചിയും ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അവൾക്ക് പുച്ഛം തോന്നി. വേദയെ കണ്ടത് വൈകിയൊന്ന് ഞെട്ടി. കാശി. വേദ കാശിയെ നോക്കി. വൈകി എന്തോ പറയാൻ വന്നു. കുഴപ്പമില്ല, നീ വാ. അതും പറഞ്ഞ് കാശി വൈകിയുടെ കൈയും പിടിച്ച് രജിസ്റ്റർ ഓഫീസിലേക്ക് കയറിപ്പോയി. എല്ലാത്തിനും സാക്ഷിയായി ഒരു മൂലയിൽ അവൾ ഒതുങ്ങി നിന്നു. അവളുടെ കൈ കാശി കെട്ടിയ താലിയിൽ മുറുകി. ഇനി വധുവും വരനും ഒപ്പിട്ടോളൂ. അത് കേട്ടതും വേദയുടെ ഉള്ളു നീറി. വരേണ്ടിയിരുന്നില്ല എന്നുവരെ അവൾക്ക് തോന്നി. തോളിലൂടെ ഒരു കൈ വന്ന് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചതും അവൾ ആശ്രയം എന്നോണം ആ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. വേദ കണ്ണു തുറക്കുക, ആളുകൾ ശ്രദ്ധിക്കുന്നു. കാശിയുടെ ശബ്ദം കേട്ടതും അവൾ ഞെട്ടി കാശിയെ നോക്കി. താൻ കാശിയുടെ നെഞ്ചിലാണ്. അവൾ ഒപ്പിടുന്ന ആരാണ് നോക്കി. അർച്ചന ചേച്ചി. അപ്പൊ അർച്ചന ചേച്ചിയുടെ കല്യാണമായിരുന്നോ? കാശി അവളെയും പിടിച്ച് പുറത്തേക്ക് നടന്നു. നിക്ക്, എനിക്കൊരു സംശയം. അപ്പൊ വൈകി ചേച്ചിയുടെ കല്യാണമല്ലേ എന്ന്? അതെ, പക്ഷെ ഒപ്പിടുന്നാണ്ട് അർച്ചന ചേച്ചിയാണല്ലോ. വേദക്കാകെ സംശയം. അപ്പൊ അവര് ലെസ്ബിയൻസ് ആണോ? വലിയ കാര്യം കണ്ടുപിടിച്ച ഒരാൾ പറഞ്ഞതും കാശി അവളുടെ വായ കൈകൊണ്ട് പൊത്തി. എന്റെ പൊന്നു മോളെ, വീട്ടിലെത്തുന്നവരെ വാ തുറക്കരുത് പ്ലീസ്. അപ്പോഴേയും കല്യാണം കഴിഞ്ഞ് എല്ലാവരും പുറത്തേക്ക് വരുന്നുണ്ട്. അവൾ അർച്ചനയും വയ്യയും സൂക്ഷിച്ച് നോക്കി. രണ്ടുപേരുടെയും കയ്യിൽ മാലയുണ്ട്. അയ്യോ നീല, അപ്പൊ ഇത് അത് തന്നെ അല്ലേ? ആ കൂട്ടത്തിൽ പരിചിതമായൊരു തല കണ്ടത് വേദ സൂക്ഷിച്ച് നോക്കി. ഇതാ വകയിലെ അമ്മാവനല്ലേ? ഓഹോ, അപ്പൊ ഇയാളും ഈ നാടകത്തിലുണ്ടായിരുന്നല്ലേ? ഇങ്ങേട്ട് അന്നത്തെ ശുഷ്കാന്തി കണ്ടപ്പോഴേ സംശയിക്കേണ്ടതായിരുന്നു. ഓ, ഇത് വീട്ടിൽ സമ്മതിക്കാത്തോണ്ടാണല്ലേ നീ ഇറങ്ങിപ്പോയത്? വൈകിയെ നോക്കിയാണ് വേദ ചോദിച്ചത്. പിന്നല്ലാണ്ട് ഇതറിഞ്ഞ അച്ഛൻ പിന്നെ വെച്ചേക്കുവോ? ചേച്ചി പറഞ്ഞ ശരിയാ, അച്ഛനമ്മയൊക്കെ പഴയ ആളുകളല്ലേ. ഇതൊന്നും അത്ര പെട്ടെന്ന് അംഗീകരിക്കാൻ കഴിയില്ല. എന്തിന്? ഞാൻ വരെ ഒന്ന് ഞെട്ടി. വേദ വളരെ കാര്യത്തിലാണ് പറയുന്നെങ്കിലും കാശി ചിരടക്കാൻ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യാനാടി, ഒരു ദുർബല നിമിഷത്തിൽ സ്നേഹിച്ചു പോയി. ഇവനില്ലാതെ എനിക്കൊരു ജീവിതം ചിന്തിക്കാൻ പോലും വയ്യ. ഇവനോ? ദൈവമേ, ഇനി അർച്ചന ചേച്ചി പോലെ ട്രാൻസും ആണോ? വേദയുടെ മുഖത്ത് വിരിയുന്ന ആക്ഷൻ കണ്ട് കാശി ചിരിക്കാതിരിക്കാൻ കഷ്ടപ്പെടുന്നുണ്ട്. അല്ല, ഈ ഇവനെന്ന് പറയുമ്പോൾ വേദ ഇപ്പൊ കൊളാക്കുന്നു തോന്നി കാശി അടിയിൽ കയറി. എടാ ജോയലെ, നിന്ന് തിരിയാൻ നിന്റെ പെണ്ണിനെ വിളിച്ച് വീട്ടിൽ പോകാൻ നോക്ക്. ഇവളുടെ വീട്ടുകാരറിഞ്ഞപ്പോഴാണ് വരാൻ പോകുന്നതെന്ന് അറിയില്ല. അപ്പോഴാണ് വേദക്ക് കാര്യം കത്തിയത്. അതെ, വരനും വധുവും മാത്രമല്ല, സാക്ഷികൾ ഒപ്പിടും. അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് കാശി പറഞ്ഞു. വേദ കാശിയെ നോക്കി ഒരു ചമ്മിയെ ചിരിയിച്ച്. അവനാണ് ഇപ്പൊ പൊട്ടുമെന്ന അവസ്ഥയിലും. ജോയൽ കാശിയെ വന്ന് കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞു. വൈകയും കാശിയെയും വേദയും കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞു. മിസ് യു കാശി. അവനെ കെട്ടിപ്പിടിച്ചപ്പോൾ അവിടെ കണ്ണുകളൊന്ന് കലങ്ങിയിരുന്നു. മിസ് യു ടൂടി. അവൻ വൈകിയുടെ നെറ്റിയിൽ ചുണ്ടു ചേർത്തു. അവർ തമ്മിലുള്ള സൗഹൃദത്തിന്റെ ആഴം എത്രയാണെന്ന് വേദക്കും മനസ്സിലായിരുന്നു. രാവിലെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ് കാശി. അവന് ചിരി നിർത്താൻ കഴിയുന്നില്ല. തലയണെടുത്ത് അവൻ എറിഞ്ഞവൾ ബാൽക്കണിയിൽ പോയി നിന്നു. കാശി അവളുടെ ഇടുപ്പിൽ ചുറ്റി പിടിച്ച തോളിൽ തലകുത്തി നിന്നു. അല്ല, നിന്റെ സംശയം മുഴുവനായിട്ട് തീർന്നോ? ഇല്ല. ഈ നാടകത്തിൽ എൻ്റെ റോൾ എന്തായിരുന്നു? അവനവളെ തനിക്ക് നേരെ തിരിച്ചറിഞ്ഞു. ജോയലിന് ജോലി കിട്ടുന്നവരെ പിടിച്ചു നിൽക്കാനുള്ള ഒരു കള്ളമായിരുന്നു ഞാനും വൈകിയും തമ്മിലുള്ള പ്രണയകഥ. ഞാൻ നിന്നോട് വന്ന് നിന്നെ കൊല്ലങ്ങളായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാ എന്തായിരിക്കും നിന്റെ പ്രതികരണം? നിന്റെ സ്വഭാവത്തിന് നീ എന്തായാലും സമ്മതിക്കില്ല. എന്തായാലും നേരായ വഴിക്ക് നീ കല്യാണത്തിന് സമ്മതിക്കാൻ പോകുന്നില്ല. അപ്പൊ പിന്നെ കുറച്ച് വളഞ്ഞ വഴി. ഇപ്പം വൈകക്ക് ജോയലിനെയും കിട്ടി, എനിക്ക് നിന്നെയും കിട്ടി. അവൻ വിളിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. പക്ഷെ അവൾ കേട്ടത് വർഷങ്ങളായിട്ടുള്ള പ്രണയം എന്ന വാക്ക് മാത്രമായിരുന്നു. അപ്പോ കാശിയുടെ കല്യാണത്തിന് മുന്നേ എന്നെ ഇഷ്ടമായിരുന്നോ? അവൾ ആകാംക്ഷയോട് ചോദിച്ചു. അതെ. എപ്പോ മുതല്? അത് നീ കരഞ്ഞുകൊണ്ട് ഓടിപ്പോയില്ലേ, അന്ന് മുതൽ. അപ്പൊ നമ്മ തല്ലിയപ്പോ എന്നുള്ള ഇഷ്ടം കുറഞ്ഞില്ലേ? ദേഷ്യം തോന്നി, അത് സത്യ. പക്ഷെ അങ്ങനെ മറക്കാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല നീ എനിക്ക്. അതെ, അപ്പൊ എന്നോട് അത്രയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നോ? കൊച്ചുകുട്ടികളെ പോലെ ആകാംക്ഷയോടെയാണ് അവൾ ചോദിക്കുന്നത്. പറയാനൊന്നും പറ്റില്ല, വേണമെങ്കിൽ കാണിച്ചു തരാം.
അവനതും പറഞ്ഞ് അവളെ കയ്യിൽ കോരിയെടുത്തു. കാശിയേട്ടാ എന്തി കാണിക്കുന്നു, വിട്ട് കേട്ടോ. എന്തോ എങ്ങനെ? ഇന്നലെ നീയല്ലേ ഭാര്യയായിട്ട് അംഗീകരിച്ചില്ലെന്നൊക്കെ പറഞ്ഞ് മോങ്ങിയത്? പോരാത്തതിന് മനുഷ്യന്റെ കൺട്രോളുകൾ തന്നെ അവിടെ വക ഫാഷൻ ഷോയും. അവളെ കട്ടിലേക്ക് എടുത്തിക്കൊണ്ടാണ് അവൻ പറഞ്ഞു. കാശിയേട്ടാ വേണ്ട. നിനക്കപ്പം എൻ്റെ ഭാര്യ ആവണ്ടേ? അത് വേണം. കാശി പതിയെ അവളിലേക്ക് ചാഞ്ഞു. അവൻ പതിയെ അവളുടെ കഴുത്തിരിക്കിലേക്ക് മുഖം അമർത്തിയതും അവൾ അവന്റെ മുടിയിൽ പിടിച്ചു വലിച്ചു. കാശിയേട്ട കിളിയാവുന്നു. അവന്റെ ചുണ്ടുകൾ പതിയുമ്പോൾ ഇക്കിളിയാവുന്ന വേദ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചുണ്ടാവും പറഞ്ഞു. കാശിയേട്ടാ ഐ ലവ് യു. ലവ് യു ടു ഡി കുഞ്ഞി പാറ്റേ.